നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ പ്രീ പ്രൈമറി ടീച്ചറിൻ്റെ 23ാമത്തെ ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചു നിർത്തിയത് കുട്ടികളുടെ താല്പര്യങ്ങൾ, പ്രീ സ്കൂളിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് പഠിച്ചു നിർത്തിയത്. അപ്പോൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കൂട്ടുകാർ കണ്ടിട്ടില്ലെങ്കിൽ എന്ന് പറയുന്ന പോലെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പ്രീ സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് കെട്ടിടത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഭൗതിക ഘടനയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ സ്ഥല വിസ്തൃതി, എന്തുമാത്രം സ്ഥലം ഉണ്ടായിരിക്കണം ഒരു പ്രീ സ്കൂളിന്? പ്രീ സ്കൂളിന് ഗ്രാമപ്രദേശങ്ങളിൽ കുറഞ്ഞത് 30 സെൻറ്റും പട്ടണ പ്രദേശങ്ങളിൽ 20 സെൻറ്റ് ഭൂമിയും ഉണ്ടായിരിക്കണം. എത്ര സെൻറ്റ് സ്ഥലത്താണ് ഈ നമ്മുടെ പ്രീ സ്കൂൾ ഇരിക്കേണ്ടത്? കുറഞ്ഞത് 30 സെൻറ്റ്, ഗ്രാമപ്രദേശങ്ങളിൽ കുറഞ്ഞത് 30 സെൻറ്റും പട്ടണ പ്രദേശങ്ങളിൽ 20 സെൻറ്റ് ഭൂമിയും ഉണ്ടായിരിക്കണം. അംഗൻവാടികൾക്ക് സാമൂഹ്യക്ഷേമ വകുപ്പ് നിശ്ചയിക്കുന്ന ഭൂവിസ്തൃതി മതിയാകും. ഇനി ആ ഒരു സ്ഥലത്തിന് ഉണ്ടായിരിക്കേണ്ട സവിശേഷതകൾ എന്തൊക്കെയായിരിക്കണം? കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും എത്തിച്ചേരാൻ സൗഹൃദപ്രദമായത്, വൃത്തിയുള്ളതും ആരോഗ്യകരമായ ചുറ്റുപാടുള്ളത്, പരിസര മലിനീകരണത്തിൽ നിന്നും വിമുക്തമായത്, അപകടരഹിതമായ ഘടനയുള്ളത്. സ്ഥലത്തിനുണ്ടായിരിക്കേണ്ട സവിശേഷതകൾ എന്തൊക്കെയാണ്? കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും എത്തിച്ചേരാൻ സൗകര്യപ്രദമായത്, വൃത്തിയുള്ളതും ആരോഗ്യകരമായ ചുറ്റുപാടുള്ളത്, പരിസര മലിനീകരണത്തിൽ നിന്ന് വിമുക്തമായത്, അപകടരഹിതമായ ഘടനയുള്ളത്. നമ്മളിത് പഠിച്ചിരിക്കുന്നു കേട്ടോ. കാരണം ഇതിനു മുമ്പുള്ള ചോദ്യപേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്. ഇത് നമ്മൾ ആദ്യം പറഞ്ഞത് സ്ഥലവിസ്തൃതിയെ കുറിച്ചിട്ട് ചോദ്യം ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചെക്ക് ചെയ്താൽ മതിയാവും. ഈ ഒരു ക്വസ്റ്റ്യൻ അതിനകത്ത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി ക്ലാസ് മുറികൾ എങ്ങനെയിരിക്കണം? കുട്ടി ഒന്നിന് കുറഞ്ഞത് 40 ചതുരശ്ര അടി വിസ്തൃതി. കുട്ടി ഒന്നിന് കുറഞ്ഞത് 40 ചതുരശ്ര അടി വിസ്തൃതി, കെട്ടുറപ്പുള്ളതും നിർമ്മാണച്ചട്ടം അനുസരിച്ചുള്ളതുമായ നിർമ്മിതി, ഓരോ ക്ലാസ്സിനും വെവ്വേറെ മുറികൾ, എളുപ്പം വൃത്തിയാക്കാവുന്ന തറ, പ്രകാശവും വായുവും മതിയായ അളവിൽ കടക്കത്തക്ക വിധം സ്ഥാപിച്ചിട്ടുള്ള ജനലുകൾ, പടികളില്ലാത്ത വാതിലുകൾ, ചുറ്റുമതിലും ഗേറ്റും, ചിത്രങ്ങളാലും മറ്റും ആകർഷണമാക്കിയ ചുമരുകൾ, യഥേഷ്ടം ഉപയോഗപ്പെടുത്താവുന്ന ശിശു സൗഹൃദ ബോർഡുകൾ, കളി ഉപകരണങ്ങൾ പ്രദർശിപ്പിക്കാവുന്ന റാക്കുകൾ. ഇത്രയും കാര്യങ്ങളാണ് എന്തിനു വേണ്ടത്? ക്ലാസ് മുറികൾക്ക് ഉണ്ടായിരിക്കേണ്ടത്. ഇനി മറ്റു കെട്ടിട സൗകര്യങ്ങളെ കുറിച്ചിട്ടാണ് അടുത്തത് പറയുന്നത്. ഓഫീസ് റൂം, അതുപോലെ തന്നെ പാചകപ്പുര അല്ലെങ്കിൽ സ്റ്റോർ റൂം, വിശ്രമിക്കുന്നതിനും വൈദ്യപരിശോധനകൾക്കും ആക്ടിവിറ്റികൾ നടത്തുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും മറ്റുമുള്ള വിശാലമായ വിവിധ ഉദ്ദേശ മുറി 3.5 ചതുരശ്ര മീറ്ററാണ്. ഓഫീസ് റൂം, പാചകപ്പുര, സ്റ്റോർ റൂം, വിശ്രമിക്കുന്നതിനും വൈദ്യപരിശോധനകൾക്കും ആക്ടിവിറ്റികൾ നടത്തുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും മറ്റുമുള്ള വിശാലമായ വിവിധ ഉദ്ദേശ മുറിക്ക് എത്ര മീറ്റർ ഉണ്ടായിരിക്കണം? 3.5 ചതുരശ്ര മീറ്ററാണ് വേണ്ടത്. അടുത്തത് കുടിവെള്ളം. തിളപ്പിച്ചാറ്റിയതോ ശുദ്ധീകരിച്ചതോ ആയ വെള്ളം വിതരണം ചെയ്യുന്നതിനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം. കഴുകൽ സംവിധാനം, കുട്ടികളുടെ ഉയരത്തിനനുസരിച്ച് ഉപയോഗിക്കാവുന്ന ടാപ്പുകൾ, മലിനജല നിർഗമനത്തിനുള്ള സംവിധാനങ്ങൾ. അടുത്തത് ശുചിത്വം. മൂത്രപ്പുരകളും കക്കൂസുകളും 50-ൽ കുറവ് കുട്ടികൾക്കാണെങ്കിൽ എങ്ങനെയായിരിക്കണം? ആൺകുട്ടികൾക്ക് 2ഉം പെൺകുട്ടികൾക്ക് 3ഉം എന്ന ക്രമത്തിൽ ടോയ്ലറ്റുകൾ സജ്ജീകരിക്കണം. ഉദ്ദേശം 10 കുട്ടികൾക്ക് 1 ടോയ്ലറ്റ്. അധ്യാപകർക്ക് പ്രത്യേക ടോയ്ലറ്റ് സജ്ജീകരിക്കണം. കഴുകുന്നതിന് സോപ്പ്, ടവൽ എന്നിവയ്ക്കുള്ള സൗകര്യം വേണം. കുട്ടികൾക്കുള്ള ടോയ്ലറ്റ് ശിശു സൗഹൃദപരമായിരിക്കണം. മാലിന്യ നിർമ്മാർജ്ജനം. ജൈവ മാലിന്യങ്ങളും മറ്റു ഖരമാലിന്യങ്ങളും തരംതിരിച്ച് ശേഖരിക്കുന്നതിനുള്ള സംവിധാനം. ജൈവ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ജൈവവാതക പ്ലാന്റ്. അടുത്തത് തടസ്സ വിമുക്ത സജ്ജീകരണങ്ങൾ. ചവിട്ടുപടികൾക്ക് പകരം റാമ്പ്, കൈവരികൾ തുടങ്ങിയവ. കിണറുകൾ ഉണ്ടെങ്കിൽ മേൽമൂടി ഘടിപ്പിച്ചിരിക്കണം. അടുത്തതാണ് ഫർണിച്ചറുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്? ഓരോ കുട്ടിക്കും ഉപയോഗിക്കാവുന്ന സ്വതന്ത്ര ഇരിപ്പിടങ്ങൾ, ചാരുബെഞ്ചുകൾ ഉണ്ടായിരിക്കണം. ഓരോ കുട്ടിക്കും ഉപയോഗിക്കാവുന്ന സ്വതന്ത്ര ഇരിപ്പിടങ്ങൾ അല്ലെങ്കിൽ ചാരുബെഞ്ചുകൾ ഉണ്ടായിരിക്കണം. അധ്യാപികയ്ക്ക് ഒരു മേശയും ഒരു കസേരയും, ഓഫീസ് മേശയും 4 കസേരകളും,
പൊതു മീറ്റിങ്ങിന് ആവശ്യമായ ഇരിപ്പിടങ്ങൾ, 2 അലമാരകൾ, 2 റാക്കുകൾ, ആവശ്യത്തിന് ഷെൽഫുകൾ, കണ്ണാടികൾ, കളിപ്പാട്ടങ്ങൾ സൂക്ഷിക്കാനുള്ള പെട്ടി, ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കാനുള്ള പാത്രങ്ങൾ, ക്ലോക്ക്, ശയനോപാധികൾ, പാചക ഉപകരണങ്ങൾ, ഭക്ഷണ വിതരണത്തിനുള്ള പ്ലേറ്റുകൾ, സ്റ്റീൽ ടബ്ലറുകൾ തുടങ്ങിയവ. അടുത്തത് പഠനോപാധികൾ. ഏതൊക്കെ പഠനോപാധികളാണ് വേണ്ടത്? കുട്ടികൾക്ക് കൂടി ഉപയോഗിക്കാവുന്ന ബോർഡുകൾ, മാഗ്നറ്റിക് ബോർഡ്, ദൃശ്യ ശ്രവ്യ ഉപകരണങ്ങൾ, ഗ്രാഫുകൾ, ചാർട്ടുകൾ, ചിത്രങ്ങൾ, മറ്റു പഠനകളി ഉപകരണങ്ങൾ മുതലായവ. എന്തൊക്കെയാണ് പഠനോപാധികളിൽ വരുന്നത്? കുട്ടികൾക്കും കൂടി ഉപയോഗിക്കാവുന്ന ബോർഡുകൾ, അതായത് ശിശു സൗഹാർദ്ദ ബോർഡുകളായിരിക്കണം. മാഗ്നറ്റിക് ബോർഡ്, ദൃശ്യശ്രവ്യ ഉപകരണങ്ങൾ, ഗ്രാഫുകൾ ഉണ്ടായിരിക്കണം, ചാർട്ടുകൾ, ചിത്രങ്ങൾ, മറ്റു പഠന കളി ഉപകരണങ്ങളും ഉണ്ടായിരിക്കണം. ഇനി കളിസ്ഥലം എങ്ങനെയുള്ളതായിരിക്കണം? സ്വതന്ത്രമായ കളികളിൽ ഏർപ്പെടുവാൻ പര്യാപ്തമായത് കുറഞ്ഞത് 300 ചതുരശ്ര മീറ്ററെങ്കിലും ഉണ്ടായിരിക്കണം. സ്വതന്ത്രമായ കളികളിൽ ഏർപ്പെടുവാൻ പര്യാപ്തമായത് കുറഞ്ഞ എത്ര ചതുരശ്ര മീറ്റർ ഉണ്ടായിരിക്കണം? 300 ചതുരശ്ര മീറ്റർ ഉണ്ടായിരിക്കണം. തടസ്സ വിമുക്തമായത്, അപകടരഹിതമായത്, ഏകാന്ത കളിക്കും സമാന്തര കളിക്കും സഹകരിച്ചുള്ള കളിക്കും അവസരം നൽകുന്നത്. ഏകാന്ത കളിക്കും സമാന്തര കളികൾക്കും സഹകരിച്ചുള്ള കളികൾക്കും അവസരം നൽകുന്നതായിരിക്കണം. ഇനി കളികൾക്കും കലകൾക്കുമായുള്ള ഉപകരണങ്ങൾ. കളികൾക്കും കലകൾക്കുമായുള്ള ഉപകരണങ്ങൾ. അകം കളി ഉപകരണങ്ങൾ, പുറം കളി ഉപകരണങ്ങൾ, സ്ഥൂലപേശി വികാസത്തിനുള്ള ഉപകരണങ്ങൾ, ഭാഷാ നൈപുണി വികസന ഉപകരണങ്ങൾ, വൈജ്ഞാനിക നൈപുണി വികസന ഉപകരണങ്ങൾ, ഭാവനാത്മക കളിക്കുള്ള ഉപകരണങ്ങൾ, സംഗീതോപകരണങ്ങൾ, നൃത്തോപാധികൾ, പ്രഥമ ശുശ്രൂഷ കിറ്റ്. കളികൾക്കും കലകൾക്കുമുള്ള ഉപകരണങ്ങളിൽ പെടുന്ന എന്തൊക്കെയാണ്? അകം കളി ഉപകരണങ്ങൾ, പുറം കളി ഉപകരണങ്ങൾ, സ്ഥൂലപേശി വികാസത്തിനുള്ള ഉപകരണങ്ങൾ, ഭാഷാ നൈപുണി വികസന ഉപകരണങ്ങൾ, വൈജ്ഞാനിക നൈപുണി വികസന ഉപകരണങ്ങൾ, ഭാവാത്മക കളിക്കുള്ള ഉപകരണങ്ങൾ, സംഗീതോപകരണങ്ങൾ, നൃത്ത ഉപാധികൾ, പ്രഥമ ശുശ്രൂഷ കിറ്റ്. അടുത്തത് പ്രീ സ്കൂൾ പ്രവേശന പ്രായം. എത്ര വയസ്സുള്ള കുഞ്ഞുങ്ങളെയാണ് നമ്മൾ പ്രീ സ്കൂൾ കുട്ടികളായിട്ട് കണക്കാക്കപ്പെടുന്നത്? 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള ശിശുക്കളാണ് പ്രീ സ്കൂൾ പ്രവേശനത്തിന് അർഹരായ കുട്ടികൾ. പ്രായഘടനയനുസരിച്ച് ശിശുക്കൾക്ക് വ്യത്യസ്ത ക്ലാസ്സുകളിലേക്ക് പ്രവേശനം നൽകണം. 5 വയസ്സ് കഴിഞ്ഞ ശിശുക്കളെ പ്രൈമറി സ്കൂളിനോട് അനുബന്ധിച്ച് ഉള്ള സീനിയർ പ്രീ സ്കൂൾ ക്ലാസ്സിലേക്ക് പ്രവേശിപ്പിക്കണം. 5 വയസ്സ് കഴിഞ്ഞ ശിശുക്കളെ പ്രൈമറി സ്കൂളിനോട് അനുബന്ധിച്ചുള്ള സീനിയർ പ്രീ സ്കൂൾ ക്ലാസ്സിലേക്ക് പ്രവേശിപ്പിക്കേണ്ടതാണ്. ഓക്കെ. അടുത്തത് ക്ലാസ് വിഭജനം. പ്രീ സ്കൂൾ ക്ലാസ്സുകളെ PS1, PS2, PS3 എന്നിങ്ങനെ 3ആയിട്ട് വിഭജിച്ചിരിക്കുന്നു. എങ്ങനെയാണ് പ്രീ സ്കൂൾ ക്ലാസ്സുകളെ? PS1, PS2, PS3 എന്നിങ്ങനെ 3ആയിട്ട് വിഭജിച്ചിരിക്കുന്നു. PS1 ആരായിരിക്കും വരിക? 3 വയസ്സ് മുതൽ 4 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളാണ് PS1. PS2 4 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളും. PS3 5 തൊട്ട് 6 വയസ്സ് വരെയുള്ള കുട്ടികളുമാണ് വരുന്നത്. ഇനി 30 കുട്ടികൾക്ക് ഒരു അധ്യാപികയും ഒരു ആയയുമാണ്, ഒരു ശിശു സേവികയുമാണ് വേണ്ടത്. എല്ലാവർക്കും അതേ കാറ്റഗറിയാണ്. അതായത് 30 കുട്ടികൾക്ക് ഇപ്പോൾ 3 മുതൽ 4 വരെ ആയാലും 4 തൊട്ട് 5 വരെ ആണെങ്കിലും 5 തൊട്ട് 6 വരെ ആണെങ്കിലും 30 കുട്ടികൾക്ക് ഒരു അധ്യാപികയും പിന്നെയോ ഒരു ശിശു സേവികയുമാണ് വേണ്ടത്. ഇനി മൾട്ടിഗ്രേഡ് സ്ഥാപനങ്ങളായ അംഗൻവാടികൾക്കാണെങ്കിൽ മൾട്ടിഗ്രേഡ് സ്ഥാപനങ്ങളായ അംഗൻവാടികളിൽ 20 കുട്ടികൾക്ക് ഒരു അധ്യാപികയും ഒരു ശിശു സേവികയും, പരമാവധി 25 കുട്ടികൾക്ക് ആണ്. അതിനു മുകളിലുണ്ടെങ്കിൽ 2 അധ്യാപകർ വേണം. മൾട്ടിഗ്രേഡ് സ്ഥാപനങ്ങളായ അംഗൻവാടികളിൽ 20 കുട്ടികൾക്കാണ് ഒരു അധ്യാപികയും ഒരു ശിശു സേവികയും. അധ്യാപകരുടെ എണ്ണം നിശ്ചയിക്കുന്നതിന് ഒരു ഗ്രൂപ്പിലെ കുട്ടികളുടെ കുറഞ്ഞ എണ്ണം 10 ആയിരിക്കണം. ഒരു ഗ്രൂപ്പിൽ അംഗീകൃത എണ്ണത്തേക്കാൾ 5 ശിശുക്കൾ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ മറ്റൊരു അധ്യാപികയെ നിയമിക്കാവൂ. അധ്യാപകരുടെ എണ്ണം നിശ്ചയിക്കുന്നതിന് ഒരു ഗ്രൂപ്പിലെ കുട്ടികളുടെ കുറഞ്ഞ എണ്ണം എത്രയായിരിക്കണം? 10 ആയിരിക്കണം. ഒരു ഗ്രൂപ്പിൽ അംഗീകൃത എണ്ണത്തേക്കാൾ 5 ശിശുക്കൾ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ മറ്റൊരു അധ്യാപികയെ നിയമിക്കാവൂ. അടുത്തതാണ് സൂക്ഷിക്കേണ്ട രേഖകൾ. എന്തൊക്കെ രേഖകളാണ് സൂക്ഷിക്കേണ്ടതെന്ന്? എന്തൊക്കെ രേഖകളാണ്? കുട്ടികളുടെ പ്രവേശന ഫോറം, അനുബന്ധ രേഖകൾ, കേസ് റെക്കോർഡ്സ്,
സ്ഥാപന തല രേഖകൾ, അവസ്ഥാ നിർണയ രേഖകൾ, റിപ്പോർട്ടുകൾ എന്നിവ നിർദ്ദേശാനുസരണം സൂക്ഷിക്കേണ്ടതാണ്. ഏതൊക്കെയാണ്? കുട്ടികളുടെ പ്രവേശന ഫോറം, അനുബന്ധ രേഖകൾ, കേസ് റെക്കോർഡ്സ്, സ്ഥാപന തല രേഖകൾ, അവസ്ഥാ നിർണയ രേഖകൾ, റിപ്പോർട്ടുകൾ. ഇനി എങ്ങനത്തെയാണ് പഠന സാഹചര്യം അല്ലെങ്കിൽ എങ്ങനത്തെ പഠന സാഹചര്യമാണ് ഉണ്ടായിരിക്കേണ്ടത്? അതായത് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു എങ്ങനെയാണ് കളികളിലൂടെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടതും അതുപോലെ തന്നെ എങ്ങനെയായിരിക്കണം ശിശു സൗഹാർദ്ദ പഠനമായിരിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള പ്രീ സ്കൂൾ അന്തരീക്ഷം ഉറപ്പാക്കേണ്ടതാണ്. ശൈശവകാല വിദ്യാഭ്യാസം കളികളിലും പ്രവർത്തനങ്ങളിലും കേന്ദ്രീകരിച്ചുള്ളവയാകയാൽ സന്തോഷപ്രദമായും സൗഹൃദപരമായും ശിശുക്കൾക്ക് പ്രവർത്തിക്കുന്നതിനുള്ള സാഹചര്യം പ്രീ സ്കൂൾ അന്തരീക്ഷത്തിൽ ഉറപ്പാക്കണം. ഇനി പ്രീ സ്കൂളിലെ ഓരോ അധ്യാപികയുടെയും കടമകൾ എന്തൊക്കെയാണ്? കൃത്യതയും സമയനിഷ്ഠയും പാലിക്കുക, കരിക്കുലം വ്യവസ്ഥകൾക്കനുസരിച്ച് പ്രവർത്തനാനുഭവങ്ങൾ പൂർണ്ണമാക്കുക, ശിശുക്കളുടെ അവസ്ഥാ നിർണയം നടത്തുകയും പരിഹാര സഹായങ്ങൾ നൽകുകയും ചെയ്യുക, പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുടെ വിവരങ്ങൾ രക്ഷിതാക്കൾക്കും ആരോഗ്യ പ്രവർത്തകർക്കുമായി പങ്കുവയ്ക്കുക, ശിശുക്കളുടെ സവിശേഷ വ്യവഹാരങ്ങൾ പഠനാസൂത്രണ രേഖയിൽ യഥാസമയം രേഖപ്പെടുത്തുകയും സമയബന്ധിതമായി ക്രോഡീകരിക്കുകയും ചെയ്യുക, മാതാപിതാക്കളുമായി നിരന്തരം ബന്ധപ്പെട്ട് ശിശുക്കളുടെ പുരോഗതിയും ആവശ്യങ്ങളും മറ്റും പങ്കുവയ്ക്കുക, മറ്റ് നിർദ്ദിഷ്ട കടമകൾ നിർവഹിക്കുക. എന്തൊക്കെയാണ് അധ്യാപകരുടെ കടമകൾ? കൃത്യതയും സമയനിഷ്ഠതയും പാലിക്കണം, കരിക്കുലം വ്യവസ്ഥകൾക്കനുസരിച്ച് പ്രവർത്തന അനുഭവങ്ങൾ പൂർണ്ണമാക്കുക, ശിശുക്കളുടെ അവസ്ഥാ നിർണയം നടത്തുകയും പരിഹാര സഹായങ്ങൾ നൽകുകയും ചെയ്യുക, പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുടെ വിവരങ്ങൾ രക്ഷിതാക്കളും ആരോഗ്യ പ്രവർത്തകരുമായി പങ്കുവയ്ക്കുക, ശിശുക്കളുടെ സവിശേഷ വ്യവഹാരങ്ങൾ പഠനാസൂത്രണ രേഖയിൽ യഥാസമയം രേഖപ്പെടുത്തുകയും സമയബന്ധിതമായി ക്രോഡീകരിക്കുകയും ചെയ്യുക, മാതാപിതാക്കളുമായി നിരന്തരം ബന്ധപ്പെട്ട് ശിശുക്കളുടെ പുരോഗതിയും ആവശ്യങ്ങളും മറ്റും പങ്കുവയ്ക്കുക, മറ്റ് നിർദ്ദിഷ്ട കടമകൾ നിർവഹിക്കുക. ഇനി അധ്യാപികയ്ക്ക് ഉണ്ടാവേണ്ട കഴിവുകൾ എന്തൊക്കെയാണ്? കുട്ടികളുമായി അവരുടെ പ്രായത്തിലും പ്രകൃതത്തിനും അനുസൃതമായി കളിപ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതിനുള്ള കഴിവ്. കുട്ടികളുമായി അവരുടെ പ്രായത്തിനും പ്രകൃതത്തിനും അനുസൃതമായി കളിപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനുള്ള കഴിവുണ്ടായിരിക്കണം. താൻ പഠിച്ച വിഷയത്തിലുള്ള മികച്ച ധാരണ, സഹപ്രവർത്തകരുമായി സ്വന്തം പരിജ്ഞാനം പങ്കുവയ്ക്കാനുള്ള സന്നദ്ധത, സഹകരിച്ചും സ്വയമായും ഉത്തരവാദിത്വത്തോടെ പ്രവർത്തനങ്ങളും സേവനങ്ങളും ഏറ്റെടുക്കാനുള്ള സന്നദ്ധത, ശിശുക്കളെ തിരിച്ചറിയാനും തനിമയോടെ സ്വീകരിക്കുവാനുമുള്ള കഴിവ്, തന്നോടും തൻ്റെ തൊഴിലിനോടും പ്രകടമായ ആദരവ്, മറ്റുള്ളവർക്ക് സ്വീകാര്യവും അനുകരണയോഗ്യവുമായ രീതിയിൽ പെരുമാറാനുള്ള കഴിവ്. എന്തൊക്കെയാണ് അധ്യാപികയ്ക്ക് ഉണ്ടാവേണ്ട കഴിവുകൾ? കുട്ടികളുമായി അവരുടെ പ്രായത്തിനും പ്രകൃതത്തിനും അനുസൃതമായി കളിപ്രവർത്തനത്തിൽ ഏർപ്പെടാനുള്ള കഴിവ്. പിന്നെന്താണ്? പഠിച്ച വിഷയത്തിലുള്ള മികച്ച ധാരണ, സഹപ്രവർത്തകരുമായിട്ട് കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ, സ്വന്തം പരിജ്ഞാനം പങ്കുവയ്ക്കാനുള്ള സന്നദ്ധത, സഹകരിച്ചും സ്വയമായും ഉത്തരവാദിത്വത്തോടെ പ്രവർത്തനങ്ങളിലും സേവനങ്ങളും ഏറ്റെടുക്കാനുള്ള സന്നദ്ധത, ശിശുക്കളെ തിരിച്ചറിയാനും തനിമയോടെ സ്വീകരിക്കാനുള്ള കഴിവ്, തന്നോടും തൻ്റെ തൊഴിലിനോടും പ്രകടമായ ആദരവ്, മറ്റുള്ളവർക്ക് സ്വീകാര്യമായ അനുകരണയോഗ്യമായ രീതിയിൽ പെരുമാറാനുള്ള കഴിവ്. ഇനി ഒരു പ്രീ സ്കൂൾ അധ്യാപിക എങ്ങനെയായിരിക്കണമെന്നാണ് പറയേണ്ടത്? ഒരു പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ പ്രമുഖ സ്ഥാനം ആർക്കാണ് കൊടുക്കുന്നത്? അധ്യാപികയ്ക്കാണ് പ്രമുഖ സ്ഥാനം. അതുകൊണ്ട് തന്നെ അധ്യാപിക എങ്ങനെയൊക്കെ ആയിരിക്കണം? വിദ്യാഭ്യാസ പരിപാടിയിൽ എല്ലാ പ്രവർത്തന മേഖലകളും രൂപപ്പെടുന്നതിന് അധ്യാപികയുടെ വ്യക്തിത്വം, അനുഭവം, മൂല്യങ്ങൾ, വിശ്വാസ രീതികൾ തുടങ്ങിയവയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ആദ്യ നാളുകളിൽ അധ്യാപികയോട് തോന്നുന്ന സ്നേഹമാണ് കുഞ്ഞിനെ തുടർന്നും പ്രീ സ്കൂളിൽ എത്തുവാനുള്ള പ്രേരക ശക്തിയായി പ്രവർത്തിക്കുന്നത്. ഇത് കുഞ്ഞിൻ്റെ വികാസ പ്രക്രിയയെ ഗണ്യമായി സ്വാധീനിക്കുകയും ചെയ്യുന്നു. അറിയാതെ തന്നെ കുട്ടി അധ്യാപികയെ അനുകരിക്കുന്നു. പെരുമാറ്റ രീതികൾ, വസ്ത്രധാരണ രീതികൾ, സംഭാഷണ രീതി, മറ്റുള്ളവരോട് ഇടപെടുന്ന രീതി, ആംഗ്യങ്ങൾ, സൗമ്യഭാവങ്ങൾ തുടങ്ങിയവ. അധ്യാപിക കുട്ടിയുടെ മാതൃകയും സ്കൂൾ അന്തരീക്ഷത്തിലെ സർവവുമാണ്. അധ്യാപികയുടെ വ്യക്തിത്വത്തിലും മനോഭാവത്തിലും നൈപുണികളിലും ഉള്ള അടിസ്ഥാന സവിശേഷതകളാണ് ആരാർജിക്കുന്നത്? കുട്ടി ആർജിക്കുന്നത്. ഇനി അധ്യാപികയ്ക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണഗണങ്ങൾ എന്തൊക്കെയാണ്? പഠിതാക്കളിലും ക്ലാസ് റൂം പ്രവർത്തനങ്ങളിലും താല്പര്യവും ഊർജ്ജസ്വലതയും ജാഗ്രതയും.
പഠിതാക്കളിലും ക്ലാസ് റൂം പ്രവർത്തനങ്ങളിലും എങ്ങനെയായിരിക്കണം? നല്ല താല്പര്യം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെയാണ് ഊർജ്ജസ്വലതയും ജാഗ്രതയും ഉണ്ടായിരിക്കണം. നമ്മൾ തളർന്നുറിഞ്ഞ് പഠിപ്പിച്ചാൽ എന്തായിരിക്കും? പിള്ളേരും അതേ അവസ്ഥയിൽ തന്നെയായിരിക്കും. നമ്മൾ എപ്പോഴും എങ്ങനെ ഇരിക്കണം? ഊർജ്ജസ്വലരായിട്ട് ഇരിക്കണം, ജാഗ്രതയുള്ളവരായിരിക്കണം, താല്പര്യങ്ങൾ ഓരോ പ്രവർത്തനം ചെയ്യാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കണം, താല്പര്യം ഉണ്ടായിരിക്കണം. ഇനി അടുത്ത പോയിന്റ് ഏതാണ്? മറ്റുള്ളവരോട് സൗഹൃദപരമായും യോജിച്ചും പ്രവർത്തിക്കാനും ഹിതകരമായ രീതിയിൽ ഇടപെടാനുമുള്ള കഴിവ്. കുഞ്ഞെന്തെങ്കിലും ചോദിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ദേഷ്യപ്പെട്ട് പറയരുത്. അതായത് ഒരു സൗഹൃദപരമായ രീതി നമുക്ക് ഉണ്ടായിരിക്കണം അല്ലേ? അധ്യാപകർക്ക് കുഞ്ഞുങ്ങളോട് മാത്രമല്ല കൂടെയുള്ള ആയയോടും എന്താണ് നല്ല രീതിയിൽ സംസാരിക്കാനും ഇടപഴകാനും നമുക്ക് സാധിക്കണം. അപ്പോൾ മറ്റുള്ളവരോട് സൗഹൃദപരമായും യോജിച്ചും പ്രവർത്തിക്കാനും ഹിതകരമായ രീതിയിൽ ഇടപെടുന്നതിനുമുള്ള കഴിവുണ്ടായിരിക്കണം. സ്വന്തം തെറ്റുകൾ അംഗീകരിക്കാനും തിരുത്തുവാനുമുള്ള സന്നദ്ധത. പലർക്കും ഇല്ലാത്തൊരു കാര്യമാണല്ലേ? നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ശരിയെന്ന് പറഞ്ഞ് നമ്മൾ വാദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയല്ല വേണ്ടത്. എന്ത് ചെയ്യണം? ഞാൻ ചെയ്ത് തെറ്റിപ്പോയെങ്കിൽ ശരിയാണ്, സോറി കേട്ടോ, അവരോട് സോറി പറഞ്ഞൊരു തിരുത്താനുള്ള മനോഭാവം ആർക്കുണ്ടായിരിക്കണം? അധ്യാപികയ്ക്ക് ഉണ്ടായിരിക്കണം. ശിശുക്കളോട് സമാധാനത്തോടെയും ദയവായ്പോടെയും അനുതാപത്തോടെയും വിശ്വസ്തയോടുമുള്ള പെരുമാറ്റം. കുട്ടികളോട് ചാടിക്കടിക്കാതെ സൗമ്യമായിട്ട് പെരുമാറണം, സമാധാനത്തോടെ പെരുമാറണം. അങ്ങനെയാണ് വേണ്ടത്. അനുതാപത്തോടെ വിശ്വസ്തയോടെയുമുള്ള പെരുമാറ്റം ആർക്കുണ്ടായിരിക്കണം? ടീച്ചർക്കുണ്ടായിരിക്കണം. ശിശുക്കളുടെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കാനും പുകഴ്ത്താനുള്ള കഴിവുണ്ടായിരിക്കണം. ഒരു കാര്യം കുഞ്ഞ് ചെയ്തു കഴിഞ്ഞാൽ നല്ല കാര്യമാണ് മോനെ, നന്നായിട്ടോ, മിടുക്കനാണ്, അങ്ങനെ ഒന്ന് നമ്മൾ റീൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുക, ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ മറന്നു പോവരുത്. എങ്കിലാണ് കുട്ടിക്ക് അതെന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വീണ്ടും കാര്യങ്ങളൊക്കെ ഊർജ്ജസ്വലമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ശിശുക്കളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? അംഗീകരിക്കുകയും പുകഴ്ത്താനുമുള്ള കഴിവുണ്ടായിരിക്കണം. അടുത്ത പോയിന്റ് ഏതാണ്? മറ്റുള്ളവരുടെ ജനാധിപത്യ രീതിയിലും മാന്യമായും സംസാരിക്കാനുള്ള കഴിവ്. എന്താണ്? മറ്റുള്ളവരോട് ജനാധിപത്യ രീതിയിലും മാന്യമായും സംസാരിക്കാനുള്ള കഴിവ്. ഇപ്പോൾ പാരൻസൊക്കെ വരുമ്പോൾ അവരോട് കുറച്ച് നല്ല രീതിയിൽ സംസാരിക്കാനൊക്കെ ശ്രമിക്കുക. ഇനി അടുത്ത പോയിന്റ് ഏതാണ്? സ്ഥിരതയുള്ള പ്രതികരണ രീതിയും പ്രതികരണപരതയും. സ്ഥിരതയുള്ള പ്രതികരണ രീതിയും പ്രതികരണപരതയും. നല്ല തമാശകൾ സ്വീകരിക്കാനും തമാശകൾ പറയാനുമുള്ള നർമ്മഭാവം. എപ്പോഴും നല്ല ഗൗരവമായിട്ടിരുന്ന കുഞ്ഞുങ്ങളെയാണ് പഠിപ്പിക്കുന്നത് അല്ലേ? നമ്മൾ ഒരുപാട് ഗൗരവമായിട്ടിരുന്ന് എന്ത് സംഭവിക്കും? കുഞ്ഞുങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലേ? അതുകൊണ്ട് ചെറിയ ചെറിയ തമാശകളൊക്കെ ക്ലാസ്സിൽ പറയുമ്പോൾ ക്ലാസ് റൂം എങ്ങനെയായിരിക്കും? നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. കുഞ്ഞുങ്ങൾക്ക് വീണ്ടും വീണ്ടും സ്കൂളിൽ പഠിക്കാൻ വരാനായിട്ട് താല്പര്യം ഉണ്ടാവും. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടിരുന്ന കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല, അവർക്ക് വരാൻ തന്നെ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഇടയ്ക്ക് കുറച്ച് തമാശകളും തമാശകളൊക്കെ പറയാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഇനി അടുത്തത് എന്താണ്? ശാരീരിക ക്ഷമതയും ആരോഗ്യവും ഉണ്ടായിരിക്കണം. ശാരീരിക ക്ഷമതയും ആരോഗ്യവും. കുട്ടികളുടെ കൂടെ ഓടാനും ചാടാനും ഉള്ള ഒരു ആരോഗ്യം നമുക്ക് ഉണ്ടായിരിക്കണം. കായിക പ്രവർത്തനങ്ങളും സാംസ്കാരിക പരിപാടികളിലുമുള്ള താല്പര്യം. ഇപ്പോൾ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ അറിയില്ലെങ്കിൽ കൂടിയും എന്ത് ചെയ്യണം? ഒരു പാട്ട് പാടാൻ നമ്മൾ തയ്യാറാവണം. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു കലയും കായികമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് അറിയണം. കായിക പ്രവർത്തനങ്ങളിലും സാംസ്കാരിക പരിപാടികളുമുള്ള താല്പര്യം. നല്ല വസ്ത്രധാരണ രീതിയും മിതമായ ചമയങ്ങളും. ഭയങ്കരമായിട്ട് മേക്കപ്പ് ഇട്ടൊന്നും കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് പോകരുത്. മിതമായിട്ടുള്ള മേക്കപ്പും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്തിട്ട് വേണം പോവാനായിട്ട്. അഭിപ്രായങ്ങൾ, അഭിഭാവങ്ങൾ, വിശ്വാസങ്ങൾ എന്നിവ ഉൾക്കൊള്ളുവാനുള്ള പാടവം. അഭിപ്രായങ്ങൾ, അഭിഭാവങ്ങൾ, വിശ്വാസങ്ങൾ എന്നിവ ഉൾക്കൊള്ളുവാനുള്ള പാടവം. ഇത്രയും കാര്യങ്ങളാണ് ആർക്കുണ്ടായിരിക്കേണ്ടത്? ഒരു പ്രൈമറി അധ്യാപികയ്ക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണഗണങ്ങൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എത്രയുള്ളൂ കേട്ടോ. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അധ്യാപക പരിശീലനത്തെ കുറിച്ചിട്ടാണ്. ബ്രിഡ്ജസ് കോഴ്സ്, വിദൂര വിദ്യാഭ്യാസ രീതി, സേവനകാല പരിശീലനം മുതലായ കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.